ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. തോപ്പുംപടി വില്ലേജ് ഓഫീസിന് സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമാക്കി വില്ലേജ് ഓഫീസർ മെർവിൻ പടിയിറങ്ങുന്നു. റെക്കോർഡ് റൂമിലെ ഇടുങ്ങിയ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന തോപ്പുംപടി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി സർവീസിൽ നിന്ന് മടങ്ങാനൊരുങ്ങുകയാണ് വില്ലേജ് ഓഫീസർ CJ മെർവിൻ. 12 വർഷക്കാലമായി നിയമക്കുരുക്കിൽ കിടന്നിരുന്ന ഭൂമിയുടെ കുരുക്കഴിച്ച് അവിടെ കെട്ടിട നിർമ്മാണവും പൂർത്തീകരിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് തോപ്പുംപടിക്കാരനായ മെർവിൻ എന്ന വില്ലേജ് ഓഫീസർ മടങ്ങുന്നത്. അന്നേരം ഒരു ദിവസം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിന്റെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. പക്ഷെ ആ കെട്ടിടത്തിന്റെ അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിനായി റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിന് ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. പിന്നീട് ആ കെട്ടിടം ശോചനീയാവസ്ഥയിലായതിനെ തുടർന്ന് റെക്കോർഡ് റൂമിന് വേണ്ടി പണിത കെട്ടിടത്തിലേക്ക് വില്ലേജ് പ്രവർത്തനം താൽക്കാലികമായി മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഒരു കേസും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിനാൽ അത് ഒരു ടെൻഡൻസി വന്നായിരുന്നു. ഞാൻ ഇവിടെ 2023 ജൂലൈ മാസമാണ് വില്ലേജ് ഓഫീസറെ ജോയിൻ ചെയ്തത്. അതിനുശേഷം കേസും മറ്റു കാര്യങ്ങൾ മാറ്റി കിട്ടുന്നതിന് ഹൈക്കോടതിയിലും സബ്കോടതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനോട്ട് മുന്നോട്ട് പോയി ആ കേസ് നമുക്ക് അനുകൂലമായിട്ട് സർക്കാരിന് അനുകൂലമായിട്ട് ഹൈക്കോടതി ഉത്തരവായി. അതിനുശേഷമാണ് വില്ലേജ് ഓഫീസിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന് കുമ്പളങ്ങി വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം, അതായത് 24 ഡിസംബർ 5 തീയതിയായിരുന്നു ബഹുമാനപ്പെട്ട. നേരത്തെ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ ഓഫീസ് സമീപത്തെ റെക്കോർഡ് റൂമിലേക്ക് മാറ്റിയിരുന്നു. 2014 ഇപ്പോൾ വില്ലേജ് ഓഫീസ് നിർമ്മിച്ച റവന്യൂ പുറമ്പോക്ക് ഭൂമി മതിൽ കെട്ടി സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ സമീപത്തുള്ളവർ കോടതിയെ സമീപിച്ചു. തുറസായി കിടക്കുന്ന വസ്തുവിലൂടെയാണ് തങ്ങൾ പ്രധാന റോഡിലേക്ക് കടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയെ സമീപിച്ചത്. 2017 അപേക്ഷകരെ വിചാരണ ചെയ്ത് രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുവാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2022 ജില്ലാ കളക്ടർ അപേക്ഷ നിരസിക്കുകയും ചെയ്തു. ഇതിനെതിരെ മറുകക്ഷി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവായി. പുതിയ ഓഫീസ് നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകുകയും 44 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതിനിടെ കൊച്ചി താലൂക്കിലെ നായരമ്പലം, പള്ളിപ്പുറം, കുമ്പളങ്ങി എന്നീ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 2023 തോപ്പുംപടി സ്വദേശിയായ നാട്ടുകാരൻ കൂടിയായ CJ മെർവിൻ വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റതിന് പിന്നാലെ നിയമക്കുരുക്ക് ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയും 2024 ഓഗസ്റ്റിൽ കേസ് ഹൈക്കോടതി തള്ളുകയും തുടർന്ന് കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുകയുമായിരുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഡിസംബറിൽ മന്ത്രി K രാജൻ നിർവഹിക്കുകയും 4.5 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയുമായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ KJ മാക്സി MLA ഇടപെടലുണ്ടായതായി വില്ലേജ് ഓഫീസർ CJ മെർവിൻ പറയുന്നു. ഈ മാസം 31-ന് CJ മെർവിൻ സർവീസിൽ നിന്ന് വിരമിക്കും. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.